എടേ ഉച്ചക്ക് നല്ല അടിപൊളി പോർക്ക് കഴിക്കാൻ തോന്നാ. അന്നേ അങ്കമാലി പോയപ്പോ അടിപൊളി സാധനം കിട്ടിയിട്ടായിരുന്നു. കൊച്ചിയിൽ എവിടെ അടിപൊളി കിട്ടാന്നറിയോ? നിനക്കിപ്പോ എന്താ ഉച്ചക്ക് പോർക്ക് കൂട്ടി പോർക്ക് അടിക്കണം. അതെ. അതായത് ചില്ലി പോർക്ക്, പോർക്ക് റോസ്റ്റ്, പോർക്കിന്റെ അടിപൊളി സംഭവങ്ങൾ അല്ലേ? സെറ്റാക്കാം. കൊച്ചിയിൽ നല്ല അടിപൊളി പോർക്ക് കിട്ടുന്ന സ്ഥലമുണ്ട്. എവിടെ? നീ വാ, സെറ്റാക്കാം. അടിപൊളി പോർക്ക് കിട്ടുന്ന പറഞ്ഞിട്ട് സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്താ അവസ്ഥ അറിയില്ല. ഈ പോർക്ക് പ്രേമികൾക്ക് ഒരു ടിപ്പാണ്. നമ്മുടെ കൊച്ചിയിലുള്ള ഒരു സംഭവമാണ് പോർക്കീറ്റോ. നമുക്ക് ഈറ്റാം. നിനക്ക് പോർക്ക് വേണമെന്ന് പറഞ്ഞു, സെറ്റ് ചെയ്ത് തരാം. ബെസ്റ്റ് പ്ലേസ് ആണ്. വായോ. വെറൈറ്റി ഫുൾ ഓൺ വെറൈറ്റി. അടിപൊളി പോർക്ക് നിർവാണ, പോർക്ക് റിബ്സ്, പോർക്ക് ഹണി ചില്ലി, പോർക്ക് ഷാർപ്പ് ഫ്രൈ. ഇത്ര സാധനം ഇവിടെ ഉണ്ടാ? അടിപൊളി. സോ നമ്മള് പോർക്ക്, നിനക്ക് പോർക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പോർക്ക് കഴിക്കാനുള്ള നമ്മുടെ ഈ ഹോട്ടലിന്റെ പേരാണ് പോർക്കിറ്റോ ഡി പോർട്ടിക്കോ. അപ്പൊ ഈ ഗുഡ് ഫുഡ്, ഗുഡ് മൂഡ് എന്ന് പറയുന്നതിനോട് നീ വിശ്വസിക്കുന്നുണ്ടോ? പിന്നല്ലാണ്ട്. അതായത് നീ വിഷമിച്ചിരിക്കുമ്പോ നല്ലൊരു ഫുഡ് കിട്ടിയാൽ നിന്റെ മൂഡ് മാറും. വിഷമിച്ചിരിക്കുമ്പോ ഫുഡ് കിട്ടിയാൽ മൂഡ് മാറും. നീ നല്ല സന്തോഷത്തിലിരിക്കുമ്പോ ഫുഡ് കിട്ടിയാൽ മൂഡ് മാറും. സന്തോഷിച്ചിരിക്കുമ്പോ ഫുഡ് കിട്ടിയാൽ മൂഡ് മാറും. ബോറടിക്കുമ്പോൾ നല്ല ഫുഡ് കിട്ടിയാൽ മാറും. അതാവുമ്പോ ഒരു വർക്ക് ആവുമല്ലോ. മിക്കവാറും ആക്രാന്തായിരിക്കും. സത്യം പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് പോർക്ക് റോസ്റ്റ്, പോർക്ക് ഫ്രൈ സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം. ഇത് കണ്ടോ, പോർക്ക് ബിരിയാണി വിത്ത് റൈത്ത. ഇത് പോർക്ക് റിബ്സ് ഓക്കെ. പോർക്ക് കൊടപ്പുള്ളിട്ട് വറ്റിച്ചത് കഴിച്ചിട്ടുണ്ടോ? പോർക്ക് കൊടപ്പുള്ളിട്ട് വറ്റിച്ചത്, ഉടമ്പുളി, ബ്ലാക്ക് പുളി. പോർക്ക് കുത്തു പൊറോട്ട, പോർക്കീറ്റോ ഫ്രൈഡ് മോമോസ്, ഗോയൻ പോർക്ക് കറി, അതായത് പോർക്ക് കപ്പ ബിരിയാണി, ക്രിസ്പി പോർക്ക്, പോർക്കീറ്റോ കട്ട്ലറ്റ്, പോർക്ക് നൂഡിൽസ്, അതായത് സാലഡ്സ് ഉണ്ട്, സാൻഡ്വിച്ച്, കോണ്ടിനെന്റൽ ഐറ്റംസ് വേറെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് മെയിൻലി ഈ പോർക്കിറ്റോ ഡി പോർട്ടിക്കോ എന്ന് പറയുന്ന സംഭവത്തിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു പോർക്ക് ഐറ്റം തന്നെയാണ്. അപ്പൊ എറണാകുളത്തുകാർക്ക്, അതായത് കൊച്ചിക്കാർക്ക് ഇതേപോലെ ഇവനെ പോലെ പോർക്ക് കൊതിയന്മാർക്ക് എന്റെ പോലെ തൃശ്ശൂർന്ന് ബസ് പിടിച്ചു വന്നാലും മതി. എന്താ ട്രെയിൻ പിടിച്ചു വന്നൂടെ? അതാകുമ്പോ കട്ടഞ്ഞായി പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് വരാലോ. അങ്ങനെ പോർക്ക് അന്വേഷണം നടക്കുന്നതിൽ ബെസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ എല്ലാ സ്റ്റാഫ് ഇവരൊക്കെ പകച്ചിരിക്കുന്നുണ്ട് എന്താണ് ആക്ച്വലി സംഭവം. അപ്പൊ അങ്ങനെ പോർക്ക് അന്വേഷണം നടക്കുന്നവർക്കുള്ള ബെസ്റ്റ് പ്ലേസ് ആണ് പാലാരിവട്ടത്തുള്ള പോർക്കിറ്റോ ഡി പോർട്ടിക്കോ. ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവർക്കായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്പെഷ്യൽ റൂം. ഇവിടെ ഫുൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഓരോരോ കോട്സ് ഉണ്ട്. നമ്മുടെ ഗുഡ് വൈബ്സ് പോലെ തന്നെ ഫുഡ് വൈബ്സ് ഓൺലി ഉണ്ട്. അതേപോലെ ഈറ്റ് വെൽ, ഫീൽ ഗ്രീറ്റ്. അപ്പൊ അങ്ങനെ ഇവിടെ ഉള്ള ഒരു മെയിൻ പോർഷൻ ആണ് ഇത്. ഇതിന് മേലെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ റെസ്റ്റോറന്റ് മൊത്തമായിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇഷ്ടല്ലായിരുന്നു. നീ കഴിച്ചപ്പോ സംഭവം അടിപൊളിയാ. ഇപ്പൊ എനിക്ക് എല്ലാത്തിനേക്കാളും ഇഷ്ടം പോർക്കാണ്. പോർക്ക് വാങ്ങിച്ചിട്ട് പറയാറ്. അവസാനം പോർക്ക് മാത്രം കിട്ടുന്ന ഒരു സ്പോട്ടിലേക്ക് എത്തി. കൊച്ചിയില് പോർക്ക് മാത്രം കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഫൈൻഡ് ചെയ്ത് ഇവിടെ എത്തി. പോർക്ക് പറഞ്ഞിട്ട് അവസാനം പോർക്ക് കിട്ടിയില്ലെങ്കിൽ ഇടിയിട്ടാ. പോർക്ക് കഴിച്ചിട്ട് എനിക്ക് തന്നെ ഇടിക്കാലോ. മതി. അത് കറക്റ്റാലോ. അടിപൊളി നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഗൈസ്. ഞാൻ കൊച്ചിയിൽ ഫസ്റ്റ് ടൈം ആണ് ഇൻസ്റ്റയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സ്പോട്ട് പെട്ടെന്ന് കാണുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ക്വൈറ്റ് ഇൻട്രസ്റ്റ് ആയി. നമ്മള് പുതിയ ഫുഡൊക്കെ എപ്പോഴും ട്രൈ ചെയ്യാൻ നോക്കുന്ന അടിപൊളിയാണോ. അത് നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു പ്ലേസ് നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ എന്താ പറയാനുള്ളത്. ഞാൻ വേഗം പറഞ്ഞു തീർക്കണം എന്താണെന്നറിയോ, എനിക്ക് ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് നിർത്തി. അശ്വതിന് ക്ഷീണാവാം. കറക്റ്റ് ഫേസാ. അടിപൊളി. സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. സാലഡ്, ഇത് നമ്മുടെ ക്രിസ്പി പോർക്ക് യെസ്, ആൻഡ് പോർക്കിന്റെ സാൻഡ്വിച്ച്. ബർഗർ തീർന്നു. ട്രോളായി. സാൻഡ്വിച്ചിന്റെ ബ്രദർ ആണല്ലോ ബർഗർ. ഓക്കെ, ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യുന്നു. ഇത് ആക്ച്വലി ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി സീസർ സാലഡ്, പോർക്കിന്റെ സീസർ സാലഡ്.
അടിപൊളിയാട്ടോ. അല്ലെങ്കിൽ അതിന് സ്റ്റാർട്ട് ചെയ്യാല്ലേ? ആക്ച്വലി അതിന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഭയങ്കര നല്ല ക്രിസ്പി ആയിട്ടുള്ള, നോട്ട് സ്പൈസി കോൺഫ്ലവർ ആക്ച്വലി ഇങ്ങനെ സ്ട്രിപ്പ് ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി പോർക്ക്. അത് വേറെ കഴിക്കാൻ ഈസിയാ. പോർക്ക് ഇതുപോലെ എന്താ പറയാ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നല്ല ഭയങ്കര ജ്യൂസിയാ. ആദ്യമായിട്ടാ കഴിക്കണം. അതെ. അപ്പൊ ഇത് പോർക്കിച്ചൊടി പേരൊക്കെ മറന്നു വന്നപ്പോ അടിപൊളി. നല്ല ഇഷ്ടം. എനിക്ക് പൊതുവെ സാലഡ് ഭയങ്കര ഇഷ്ടം. ആൻഡ് പോർക്ക് സാലഡ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സീസർ സാലഡ് ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. സോ അപ്പൊ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒലീവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സ്പെഷ്യലി ഈ പിള്ളേർക്കൊക്കെ ഇപ്പൊ സ്നാക്സ് ആയിട്ടൊക്കെ കൊണ്ടു നടക്കാനായിട്ട് പറ്റിയ സാധനം. പിള്ളേർക്ക് മുതുക്കന്മാർക്ക്. ഓ ആരെ മുതുക്കി അറിയാലോ. കഴിക്ക് വേഗം. അതുണ്ട് ലെറ്റ്യൂസ്, പോർക്ക്, പിന്നെ ഈ ക്യൂബ്സും പോർക്കിനാണുള്ളേ. ഫുൾ പോർക്ക് മാത്രം. പോർക്കിന് പല കട്ടുണ്ട്. ഒലീവും ഇട്ടിട്ടുള്ള സംഭവമാണ്. നോട്ടെ. നല്ല ഫ്രഷ്. പൊതുവെ നമ്മള് എന്താ പറയാ, ഈ ഫുഡ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാ. പക്ഷെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോ ചില ഫുഡ് പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. പക്ഷെ ഗ്രാജുവലി ശരിയാവും. അതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഹമൂർ. നമ്മളന്ന് മന്തി കഴിക്കാൻ പോയപ്പോ അത് നല്ല പീനട്ടിന്റെ സംഭവം, പീനട്ടും ബട്ടറൊക്കെ ഇട്ടിട്ട് ഒലീവിന്റെ ഓയിലൊക്കെ വെച്ചിട്ടുള്ള സംഭവം നല്ല ബെസ്റ്റ് ആണ്. ഇനി വേറൊരു ഐറ്റം ആണ് നമ്മുടെ സാൻഡ്വിച്ചിന്റെ അനിയനായ. അത് ഇവൻ തന്നെ ട്രൈ ചെയ്യട്ടെ. കാരണം എന്താ പറയുമ്പോ ഈ സംഭവം ഞാൻ നിർത്തിച്ചു തരാലോ. ആക്ച്വലി എനിക്ക് ഈ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ബൈറ്റ് ചെയ്ത് കഴിക്കാൻ അറിയത്തില്ല. ടു ബി ഫ്രാങ്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റെപ്പ് എന്റർടൈൻമെന്റ് അമ്മക്ക് കഴിക്കുന്നത് നമുക്ക് കാണാം. അതല്ല ഏതാ ബെറ്റർ ഏതാ അടിപൊളി നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ചിക്കൻ മോമോസ്, സ്റ്റീംഡ് മോമോസ്. ഞാൻ മോമോസ് ട്രൈ ചെയ്യാൻ പോവാ. ആക്ച്വലി എനിക്ക് പറയാറില്ല, പക്ഷെ എല്ലാം അടിപൊളിയാ. ഇതില് ഡിഫറെന്റ് ബെസ്റ്റ് പ്ലേസ് ആയിരുന്നു. അപ്പൊ നീ ആദ്യം എന്നോട് താങ്ക് യു പറ. ബെസ്റ്റ് പ്ലേസിൽ കൊണ്ടുവന്നു. താങ്ക് യു സോ മച്ച്. വെറുതെ നടന്നപ്പോ പോർക്ക് കഴിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് നല്ല സ്കൂട്ടി കൊണ്ടുവന്നത് എല്ലാം പോർക്കാ. അടിപൊളിയാ. അടിപൊളി പോർക്കാ. ഞാൻ കഴിക്കുമ്പോ ബീഫാന്നുള്ള പൊട്ടത്തരം പറയാൻ പറ്റില്ലല്ലോ. വേറെ അടിപൊളിയല്ലേ? ഒന്നുകൂടി ക്ലോസ് അപ്പ് ആയിട്ട് മനസ്സിലാവും. ബർഗർ അവിടേക്ക് പോയി. മോമോസ്, ക്രിസ്പി പോർക്ക് ക്ലോസ്. പിന്നെ ഇത് സാലഡ്. കുറച്ച് നേരം തലാട്ടിരിക്കും. Nice. 10 out of 10 guys. Must visit place up. Friends ഒക്കെ ആയിട്ടും ഫാമിലി ആയിട്ടും ഇവൻ തമ്മിൽ പാലായിട്ട് ഇവിടെ തൊട്ടടുത്താ. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇത് മസ്റ്റ് ട്രൈ ആണ്. ആൻഡ് ഹൈലൈറ്റ് നീ കുറച്ച് ചാച്ചോണ്ടിരിക്കും. ഞാൻ പറയാം. ചിക്കൻ മോമോസ് ഞാൻ മോമോസ് എപ്പോഴും മോമോസ്, സ്റ്റീംഡ് മോമോസ്, ചീസ് മോമോസ് ഒക്കെ കാണിച്ചു കഴിക്കാറുണ്ട്. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ഫ്രൈഡ് മോമോസ്. അതും ഞാൻ കാണിച്ചു കേട്ടോ. നോക്കി നല്ല ഫ്രൈ ആണ്. എന്തൊരു ഉൾഭാഗം എന്ന് പറയുന്ന സംഭവമുണ്ട്. പുക പോകുന്ന കാണാൻ പറ്റണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുള്ളിൽ ഫുൾ പോർക്കാണ്. ഫ്രൈഡ് ആയിട്ട് നല്ല സെറ്റ് സംഭവമാണ്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇതെന്റെ അണ്ടഗ്രഹം കത്തുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. എന്നാലും കൊതി കാരണം ട്രൈ. ഇത് കഴിഞ്ഞില്ലേ? വെള്ളം കുടിക്കി.
ആൻഡ് ഇവരുടെ ചട്നി എനിക്ക് കണ്ടിട്ട് എന്തോ ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നുണ്ട്. നോർമലി ഉള്ള ചട്നീസിൽ വന്നിട്ട് നീ ശ്രദ്ധിച്ചിട്ടില്ലേ, മുളകിന്റെ തരിയും ഒക്കെ റെഡിഷ് പോലത്തെ ഒരു സോസി സംഭവമാണ്. ഇതിൽ എനിക്ക് വെറൈറ്റി തോന്നുന്നുണ്ട്. ചട്നി മമ്മി ഉണ്ടാക്കാറുണ്ട്, തക്കാളി ചട്നി അതുകൂടി ഉണ്ട്. എന്നാ പീസ നോട്ടെ. ചട്നി പ്രത്യേക ടേസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നോർമലി സോസി കണ്ടന്റ് ഉണ്ടാവും, ഇതങ്ങനല്ല. എനിക്ക് മാനോസ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം, മാനോസും ഗാർലിക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ഇതും അതിന് മാനോസിനെ ഡിപ്പ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. പക്ഷെ ചട്നിയുടെ ഒരു ഹൈലൈറ്റ് കണ്ടപ്പോ നേരെ അങ്ങോട്ട് പോയി. കാരണം മയോ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നമുക്ക് ഏകദേശം അറിയാം. ചട്നിയുടെ ഒരു ഹൈലൈറ്റ് അതിന്റെ ക്ലോസ് കാണാൻ പറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലേവറും പോർക്കിന്റെ തന്നെ എല്ലാം ഡിഫറെന്റ് ഫ്ലേവർ. രക്ഷയില്ല, ഞാൻ ട്രൈ ചെയ്യണം. തൃശ്ശൂരാണെങ്കിൽ ബസ് പിടിച്ച് വന്നാൽ മതി. ഇവിടേക്ക് ബസ് പിടിച്ച് വന്നാൽ മതി. ബുള്ളറ്റ് ഉണ്ടെങ്കിൽ ബുള്ളറ്റിൽ വന്നാലും മതി. കുറെ കളി കുടിഞ്ഞിട്ട് ട്രെയിൻ ഇല്ലെങ്കിൽ മസ്റ്റ് ട്രൈ ഇൻ ബുള്ളറ്റ്. ഓക്കെ, അതാകുമ്പോ കാലത്ത് എനിക്ക് വൈകിട്ടാകുമ്പോഴേക്ക് എത്താലോ. നിന്റെ അമ്മനെ പണ്ട് കാനരിക്ക് കൊണ്ടിട്ട കഥ പോയട്ടോ ഞാൻ. അതല്ലല്ലോ ഇപ്പൊ വിഷയം. വണ്ടിയായ തട്ടും മുട്ടും കാനലൊക്കെ ചിലപ്പോ വീണെന്നൊക്കെ ഇരിക്കും അല്ലേ ഗൈസ്. എനിക്ക് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇതില് റേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാ നിനക്ക്? ഞാൻ സാലഡിന്റെ ആളാണ് മെയിൻ ആയിട്ട്. സോ ഞാൻ ആദ്യം സാലഡ് പറയും. ഇതെല്ലാം എനിക്ക് ഹൈലൈറ്റ് ആണ്, ബട്ട് എനിക്ക് സാലഡിന്റെ ടെസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. ഇത് ഫസ്റ്റ് അത് എളുപ്പത്തിൽ തിന്നാൻ പറ്റുന്നതാണോ എനിക്ക് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. മെയിൻ അതായിരിക്കും. ചുമ്മാ അങ്ങനെ എടുത്ത് നോക്കിയാൽ മതിയല്ലോ, മറ്റൊരു കുത്തി എടുക്കണ്ടേ. സെക്കൻഡ് ബർഗർ, തേർഡ് സാലഡ്, കാരണം എനിക്ക് അതിന്റെ ഫ്ലേവർ ഇഷ്ടമായി. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ളത്. ഫോർത്ത് മോമോസ്, എല്ലാം ആക്ച്വലി അടിപൊളിയാണ്, പക്ഷെ റേറ്റ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ. ഞാൻ പറയും, ഞാൻ ഇത് ആദ്യം പറയും, ബിക്കോസ് എനിക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് ഞാൻ ആദ്യം, ഇത് ഞാൻ സെക്കൻഡ് പറയും. ഓക്കെ, ഇത് ഞാന് പൊതുവേ മോമോസ് എനിക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴൊക്കെ ഞാൻ മോമോസ് കഴിക്കാറുള്ളൂ. സോ എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഞാനിപ്പോ എന്താണ് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ സാധനമായിരിക്കും സെലക്ട് ചെയ്യാം. മണ്ടത്തരം പറയാൻ സമയം തരാം. പിന്നെ ഇത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ കഴിക്കാനുള്ള ടാസ്ക് കൊണ്ട് മാത്രം ആണ് ഞാൻ ഇതിനെ പറയുന്നത്. പക്ഷെ ബർഗർ. സോ നമ്മളിപ്പോ ഇത്രയും നേരം ട്രൈ ചെയ്ത യമ്മി ടേസ്റ്റി ഫുഡ്, അത് അടുക്കള കാണ ചടങ്ങ് എന്ന് പറഞ്ഞ മാതിരി ഞാനിപ്പോ നമ്മുടെ പോർക്കിറ്റോടെ കിച്ചൺ ഏരിയയിലോട്ട് വന്നേക്കാണ്. വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പൊ ഇവിടെ ഇവരുടെ ഡിഷും സംഭവങ്ങളും എനിക്ക് തോന്നുന്നു താലി മീൽസ്, പോർക്ക് താലി മീൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഹൈ ഇതിന്റെ ഹിമാലു, അതുകൊണ്ട് അവിടെ സംസാരില്ല. സോ ഓണിയൻ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഒരു ഐറ്റംസ്. പിന്നെ നമുക്ക് ഇനി ഉള്ളത് ഇവിടുത്തെ മെയിൻ അപ്പവും പോർക്ക് നിർവാണ, നമ്മുടെ കരിമീൻ നിർവാണ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് ചെപ്പിള്ളയുടെ. ഇവിടെ പിന്നെ ഉള്ളത് വെറൈറ്റി ഉള്ളത് പോർക്ക് നിർവാണയാണ്. ഇനി അത് നമുക്ക് ട്രൈ ചെയ്യാം. വയോ, ലെറ്റ് മീ ട്രൈ. നല്ല ചൂടുണ്ട്, നല്ല ഉള്ളിയൊക്കെ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടപ്പവും നിർവാണയും, നല്ല ടെസ്റ്റ്, നല്ല ഗ്രേവി ടെസ്റ്റാണ്. നൈസ്. ഫസ്റ്റ് ടൈം കഴിക്കണോണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ ടെസ്റ്റ്, ഗ്രേവി എല്ലാം ഭയങ്കര ഡിഫറെന്റാണ്. നല്ല രസമുണ്ട്. പീസ് എനിക്ക് ചൂടായതുകൊണ്ട് എനിക്ക് നിങ്ങൾ അധികം എടുത്ത് ഇങ്ങനത്തെ പീസസ് ഇട്ടേക്കണം. സംഭവം എത്തിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോ മറ്റതെല്ലാം കഴിച്ചിട്ട് ആക്ച്വലി വയറ് ഭയങ്കര ഫുള്ളായിട്ട് നിറഞ്ഞു. ഗൈസ്, ഒരു സാധനം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറയാം. ഫുഡ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഇവനിൽ ഉണ്ടാവുന്ന ഒരു മ്യൂസിക് ഉണ്ട്. പണ്ട് കുട്ടികളേക്ക് വരുന്ന സംഭവമാണത്. പക്ഷെ അത് ഒറിജിനലായിട്ട് വരുന്ന കേട്ടോ, കാരണം ഫുഡ് അത്ര അടിപൊളിയാ സത്യമായിട്ടും. പോർക്ക് താലി
നോർമലി നോർത്ത് താലീസ് നമുക്കറിയാം. നോർത്ത് താലീസ് ഞാൻ ഇടയ്ക്ക് കഴിക്കാറില്ല. സൗത്ത് ഇന്ത്യൻ താലിയും ഉണ്ട്. നോർത്ത് ഇന്ത്യൻ താലിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ബിക്കോസ് അവരുടെ വെറൈറ്റി ഐറ്റംസ്, ഓരോ ഡിഷസ്, ചപ്പാത്തി സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇത് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ആണ്. ഇതിനകത്ത് ബീട്രൂട്ട് തോരൻ ഉണ്ട്. ഇതെല്ലാം പോർക്കാണ്. പോർക്ക് ഫ്രൈ, പോർക്ക് റോസ്റ്റ്, ഇത് എല്ലാം ഈ ഇരിക്കുന്നവരെല്ലാവരും പോർക്കാണ്. മത്തങ്ങ പയറും, എരിശ്ശേരി, മാങ്ങ ആൻഡ് നമ്മുടെ ചപ്പാത്തിക്ക് പകരമാണ് ഈ കള്ളപ്പം. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇതിന്റെ കൂടെ ഏതിന്റെങ്കിലും കൂടെ പോകണം. ഞാൻ ഓൾറെഡി നമ്മുടെ നിർവ്വാണയുടെ കൂടെ ഈ സാധനം കഴിച്ചുകൊണ്ട് ഞാനിപ്പോ കഴിക്കുന്നില്ല. ഞാൻ ഇത്തിരി ഈ കുടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് ചോറിടാം. പിന്നെ എനിക്ക് നോർമലി ഫ്രൈയേക്കാളും കൂടുതൽ റോസ്റ്റ് ആണ് ഇഷ്ടം. ഫ്രൈ ഡിപ്പെൻഡിങ് മൂഡാണ്. അപ്പോൾ ഇത്തിരി പോർക്ക് ഇങ്ങനെ ഒഴിക്കുക, ഇത് നൈസായിട്ട് ഇങ്ങനെ കുഴയ്ക്കുക. അതിൽ പപ്പടം ഉണ്ടാവും, എടുക്കുക, പൊടിക്കുക. കൊള്ളാലേ, നല്ല തിക്ക് ഗ്രേവി, അടിപൊളി ഗ്രേവി. നോർമലി ഈ കുത്തിരി ചോറും ഇതുപോലത്തെ തിക്ക് ഗ്രേവീസ് ഒക്കെ കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിലും ചോറിന്റെ കൂടെ പോർക്ക് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അതിൻ്റെ ഒരു ഗ്രേവിയും അതിൻ്റെ ഒരു ജെല്ലി പീസ്. ഞാൻ ഈ ജെല്ലി പീസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഫാറ്റ് പീസ് ഞാൻ കൂടുതലും കഴിക്കാറുള്ളത്. അപ്പം അതിൻ്റെ ടെക്സ്ചർ പ്രത്യേകിച്ചുണ്ടല്ലോ, എല്ലേക്കാളും ഇത് ഉണ്ടാക്കുന്ന പാത്രമല്ലേ, ചീനച്ചട്ടി, ചട്ടി, അതിനകത്ത് കഴിക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ എരിശ്ശേരിയും കാര്യങ്ങളൊക്കെ ഡെയിലി കഴിക്കണോണ്ട് അത് തൊടുന്നില്ല, നേരെ ഇതിനകത്തേക്ക് ചാടി. നൈസ്. സീരിയസ്ലി ഞാൻ പറയാല്ലേ, നല്ല തിക്ക് ഗ്രേവിയാ, നല്ല അടിപൊളി ടേസ്റ്റ്. പച്ചമുളക് ഉണ്ടോ, എല്ലുണ്ടോ, കുഴപ്പമില്ല, അത് തിന്നാതിരിക്കാനാ. ഇത് ഫ്രൈ പോർക്ക്. രണ്ട് പോർക്ക് റോസ്റ്റ്, പോർക്ക് ഫ്രൈ. യമ്മി അല്ലേ? ഗൈസ്, സോ പോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പോർക്ക് ബിരിയാണി, പോർക്ക് കൊടംപുള്ളി പറ്റിച്ചത്, പോർക്കിന്റെ സാലഡ്, പോർക്കിന്റെ മോമോ, ഫ്രൈഡ് മോമോസ് ആൻഡ് പോർക്ക് താലി, അതേപോലെ ക്രിസ്പി ഫ്രൈ, ദെൻ പോർക്ക് നിർവാണ ആൻഡ് വഗേറ വഗേറ കുറേ പോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ബെസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ പോർക്ക് പാലാരി വട്ടത്തിൽ. വേണമളിയ എല്ലാവരും സംഭവം. അപ്പം മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നിങ്ങളിവിടെ വന്നിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ലൈക്ക് എന്താ പറയാ, എല്ലാത്തിനും അതിന്റെ ഒരു നല്ല നല്ല തിക്ക് ഗ്രേവി, നല്ല ലൈക്ക് വെൽ സ്റ്റാഫ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ്, വെൽ ക്ലീൻ ആണ്. ഫുഡും സംഭവങ്ങളും കിച്ചണും എല്ലാം അടിപൊളിയാണ്. ഫുഡ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പക്കാ ടേസ്റ്റ്, പക്കാ ടെക്സ്ചർ, ജ്യൂസി ആവുന്നത് ജ്യൂസി ആയിട്ട്, സ്പൈസി ആവുന്നത് സ്പൈസി ആയിട്ട്. നോർമലി നമ്മൾ ഇത്രയും ഡിഷ് കഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം പല സിറ്റുവേഷനിലും മാറ്റി വെക്കാൻ പറ്റില്ല. പക്ഷെ വയറെന്ന് പറഞ്ഞു സത്യം പറയല്ല. ചായ് ടോക്സ് വിത്ത് വൈബ ഗുഡിന്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫുഡ് ബ്ലോഗ് ആണെന്ന് തോന്നുന്നു അല്ലെ. നമ്മൾ കുക്കിംഗ് ഷോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ ഫുഡ് ബ്ലോഗ് ആണ്. അത് പോർക്കിറ്റയിൽ വെച്ച് തന്നെയാണ് ആദ്യത്തെ ഫുഡ് ബ്ലോഗ് നടന്നിരിക്കുന്നത്. ഇനിയും ഇതിനകത്ത് നമ്മുടെ ചായ് ടോക്സിൽ ഫുഡ് ബ്ലോഗ്സും സംഭവങ്ങളും എല്ലാം വരും. അപ്പൊ കീപ് സപ്പോർട്ടിങ് us. അതൊണ്ടേ കുടുങ്ങിയതാ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കീപ് സപ്പോർട്ട് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പോർക്കില് ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാന്ന് വെച്ചാൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് പോർക്കിറ്റോ. ഓക്കെ, സീ യു, ബൈ ബൈ. ബൈ പറയല്ലേ, ഒരു സാധനം കൂടി